നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ അജാമിലോപാഖ്യാനം എന്ന 22ാമത്തെ ദശകത്തിലെ അന്തിമ ശ്ലോകമാകുന്നു. 11ാമത്തെ ശ്ലോകം അവസാനത്തെ ശ്ലോകമാകുന്നു. ഒരു ദശകം എന്നാൽ 10 ശ്ലോകമാണ്. പക്ഷേ പല സ്ഥലത്തും കൂടുതൽ ശ്ലോകങ്ങൾ കാണാറുണ്ട്. പ്രിയമുള്ള പ്രേക്ഷക, ശ്ലോകം ശ്രദ്ധിക്കുക. സ്വകിങ്കരാവേദന ശങ്കിതോ യമഃ ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയഭൃത്യാൻ അശിശിക്ഷതുച്ചഗൈഃ സദേവ വാദാലയനാഥ പാഹിമാം. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. സ്വകിങ്കരാവേദന ശങ്കിതഃ യമഃ ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാം ഇതി സ്വകീയഭൃത്യാൻ അശിശിക്ഷത് ഉച്ചഗൈഃ സഹ ദേവ വാദാലയനാഥ പാഹി മാം. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. സ്വകിങ്കരാവേദന ശങ്കിതഃ യമഃ ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാം ഇതി സ്വകീയഭൃത്യാൻ ഉച്ചഗൈഃ അശിശിക്ഷത് സഹ ദേവ വാദാലയനാഥ മാം പാഹി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. തൻ്റെ കിങ്കരന്മാരിൽ നിന്നും അജാമിള വൃത്താന്തം ശ്രവിച്ച യമരാജാവ് അങ്ങേയറ്റം ഭീതനായി. അദ്ദേഹം സ്തബ്ധനായിക്കൊണ്ട് തൻ്റെ കിങ്കരന്മാരോട് ഇനി മേലാൽ വിഷ്ണു ഭക്തരുടെ അടുത്ത് നിങ്ങൾ പോകരുത് എന്ന് കർശനമായ ആജ്ഞ നൽകി. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള ഭവാൻ എൻ്റെ രോഗങ്ങളെ മാറ്റണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് മേൽപ്പത്തൂർ അഭ്യർത്ഥിക്കുന്നു. നമസ്തേ.